ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു പൊറോട്ടയാണ്. അത് വെറും പൊറോട്ടയല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഈ പൊറോട്ട ഇടിയപ്പം മേക്കർ കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതുതായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ. ആദ്യം തന്നെ ഒരു പാത്രം എടുക്കുക. അതിലോട്ട് 2 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. മൈദ ആഡ് ചെയ്ത ശേഷം അതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത ശേഷം നിങ്ങൾ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടങ്ങ് വീണ്ടും മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു പാത്രത്തിൽ വെള്ളം വയ്ക്കുക. നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കുക കേട്ടോ. തിളച്ച വെള്ളമാണ് നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനൊരു പാകത്തിന് നമ്മൾ ആഡ് ചെയ്ത ശേഷം നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കണേ. ഇനി ഈ ഒരു മിക്സ് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയ ശേഷം ഈ ഒരു തിളച്ച വെള്ളം കുറച്ചായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കുക കേട്ടോ. കുഴച്ചെടുത്ത് ഒരു പരുവത്തിലെത്തുമ്പം നമുക്ക് ഇടിയപ്പത്തിൻ്റെ മേക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി കുഴച്ച് വെച്ച ഈ ഒരു മാവ് ഇടിയപ്പത്തിൻ്റെ മേക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുൻപായിട്ട് ഒരു പ്ലേറ്റ് എടുക്കുക. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ പ്ലേറ്റിൽ. അതിലാണ് നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ വെച്ചിട്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇടിയപ്പത്തിൻ്റെ മേക്കറിലോട്ട് ആ മാവ് കുറച്ചായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഈ ഒരു പ്ലേറ്റിലോട്ട് വീഴുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു മാവ് ഇടിയപ്പം മേക്കറിലിട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഏകദേശം 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. 1 മണിക്കൂറിന് ശേഷം ഇതെടുത്തിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് പരത്തിയെടുക്കാം. അപ്പം ഞാനിവിടെ ചെറിയ സൈസായിട്ടാണ് പരത്തിയെടുക്കുന്നത്. അത് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഒരു കല്ല് അടുപ്പത്ത് വെച്ചു. അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മുടെ ഈ ഒരു പൊറോട്ട ചെറിയ കുഞ്ഞു സൈസാക്കി എടുത്ത് നമ്മൾ ഓരോന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടങ്ങ് തിരിച്ച് മറിച്ചോട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു പൊറോട്ട എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ചിക്കൻ കറിയുടെ കൂടെയും വെജ് കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പം പുതിയൊരു റെസിപ്പിയായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ചിൽഡ്രൻ ബൈ, ടേക്ക് കെയർ.